സത്യത്തിൽ ഇവിടെ ഇന്ന് നടന്നത് അത് വിഷ്വലാക്കി നമ്മുടെ രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കണം. ഇതാണ് കേരളത്തിൽ നടക്കുന്നത് എന്നുള്ള ഒരു വലിയ സന്ദേശമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഒരേ സമയം ബാങ്കുലി മുഴങ്ങുന്നു. തുടർന്ന് ആശ്രമത്തിന്റെ ആരാധനാ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവിടെ ഉണ്ടാവുന്നു. അങ്ങനെ മതസൗഹാർദ്ദത്തിന്റെ വല്ലാത്ത ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു ആവിഷ്കാരം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കോഴിക്കോട് കക്കോടിയിലെ ആശ്രമം അതിൻ്റെ ഉദ്ഘാടന സന്ദർഭത്തിൽ ഇന്നിപ്പോൾ റമദാൻ മാസമാണ്. ഞാനടക്കം ഈ വേദിയിൽ പലരും നോമ്പുകാരാണ്. അതുപോലെ ഒരു നോമ്പുള്ള കാലത്തായിരുന്നു കക്കോടിയിൽ ആശ്രമത്തിൻ്റെ ഉദ്ഘാടന കർമ്മം അന്ന് നിർവഹിക്കപ്പെട്ടത്. സത്യം പറഞ്ഞാൽ കോഴിക്കോട് എത്തിപ്പെട്ടപ്പോഴേക്ക് വലിയ ക്ഷീണം ഉണ്ടായിരുന്നു. ഒരാശ്രമത്തിലേക്ക് ഞാൻ പോകുമ്പോൾ അവിടെ നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങളും അതുപോലെ നോമ്പുകാലമായതുകൊണ്ട് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അതുപോലെ നിശ്ചയിക്കപ്പെട്ട പരിപാടി നോമ്പ് തുറക്കുന്ന കൃത്യമായ സമയത്താണുള്ളത്. ഒരു സഹോദരൻ മൈക്കിന് മുമ്പിലേക്ക് വന്നുകൊണ്ട് ബാങ്ക് വിളിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് തന്നെ നോമ്പുകാരായ ആളുകൾക്ക്, അവിടെ നോമ്പുകാരായിട്ട് 2-3 ആളുകളാണ് ഉണ്ടാവുക, അവർക്ക് വേണ്ടി പ്രാഥമികമായി നോമ്പ് തുറക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഒരുക്കി വച്ചിരിക്കുകയാണ്. ഒരേ സമയം ബാങ്കുലി മുഴങ്ങുന്നു. തുടർന്ന് ആശ്രമത്തിൻ്റെ ആരാധനാ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവിടെ ഉണ്ടാവുന്നു. അങ്ങനെ മതസൗഹാർദ്ദത്തിൻ്റെ വല്ലാത്ത ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു ആവിഷ്കാരം അത് കൃത്രിമമായി ചെയ്തു വെച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹയ്യ അലസ്സലാത്ത്, ഹയ്യ അലസ്സലാത്ത്. ഇത്തരമൊരു അപൂർവമായ ഒരു സന്ദർഭത്തിന് സാക്ഷ്യം വഹിക്കാൻ ജീവിതത്തിൽ ഇതുവരെ അവസരം ഉണ്ടായിട്ടില്ല. ഈ വിശ്വജ്ഞാന മന്ദിരത്തിൻ്റെ സമർപ്പണത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ പൊതുസമ്മേളനം നടക്കുന്ന ഈ വേദിയിൽ സന്യാസി ശ്രേഷ്ഠരും ശിഷ്യരുമെല്ലാം ഉൾക്കൊള്ളുന്ന ഈ വേദിയിൽ വെച്ച് ഒരു ബാങ്കുവിളി ഉയർത്തുക, അവിടുത്തെ ആരാധന നടക്കുന്ന അതേ സമയത്താണ് ഈ ബാങ്കിൻ്റെ ശബ്ദവും ഉയരുന്നത്. നോമ്പ് തുറക്കുക പാളയം ഇമാം. എൻ്റെ ജീവിതത്തിൽ ഇത്രയും അപൂർവമായ ഒരു അവസരത്തിന് സാക്ഷ്യം വഹിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല. ഇവിടെ എത്തിയത് ദൈവനിയോഗമാണ് എന്ന് ഞാൻ കരുതുകയാണ്. ദൈവനിയോഗം. സത്യത്തിൽ ഇവിടെ ഇന്ന് നടന്നത് അത് വിഷ്വലാക്കി നമ്മുടെ രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കണം. ഇതാണ് കേരളത്തിൽ നടക്കുന്നത് എന്നുള്ള ഒരു വലിയ സന്ദേശമാണ്. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഏറ്റവും മഹത്വപൂർണമായ മഹിതപൂർണമായ ഒരു കാഴ്ചപ്പാട് കൂടിയാണ് ഇവിടെ വിളംബരം ചെയ്യപ്പെട്ടത്. ജാതി മത വേർതിരിവുകളെ പടിക്കെട്ടുകൾക്ക് പുറത്തു നിർത്തുന്ന ആശ്രമ സങ്കല്പമാണ് ശാന്തിഗിരി എന്ന് ഞാൻ ആദ്യമേ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്.
മനുഷ്യൻ്റെ ആത്മീയമായ വ്യവഹാരങ്ങളുടെ അടിസ്ഥാനം ജാതിയോ മതമോ കുലമോ നിറമോ അല്ലെന്നും അതിനെ അളക്കേണ്ടത് ഈ പറഞ്ഞവയിലൂടെയൊന്നും അളവുകോലുകൾ കൊണ്ടല്ലെന്നും കരുണാകര ഗുരു അർത്ഥശങ്കയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു ആശ്രമമായി ഈ ആശ്രമം മാറി എന്നുള്ള കാര്യം ഞാനിവിടെ പ്രത്യേകം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി സാഹോദര്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ പരിപാടി മാറുകയാണ്.